രൂപാന്തരീകരണ തിരുനാൾ സഭ ഇന്ന് ആഘോഷിക്കുകയാണ്. ക്രിസ്തു ശോഭയുള്ളവനായി മാറിയത് ഒരു മലമുകളിലാണ്. ഇതിന് ദൃക്സാക്ഷികൾ 3 ശിഷ്യന്മാരും. ഈ 3 പേരുടെയും പ്രത്യേകത വളരെ കൃത്യമായി നമുക്കറിയാമല്ലോ. വിശ്വസ്തരാണ്, കുറച്ചും കൂടി സ്നേഹിക്കപ്പെട്ടവരാണ്, കുറച്ചും കൂടി യേശുവുമായിട്ട് റിലേറ്റ് ചെയ്തവരാണ്. അതുകൊണ്ട് സെലക്റ്റീവായിട്ട് ഇവർ 3 പേരും വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ 3 പേരെയും കൊണ്ട് യേശു താബോർ മലയിൽ വെച്ച് സൂര്യനെ പോലെ പ്രക്ഷോഭിച്ചതും പ്രവാചകന്മാരോട് സംസാരിക്കുകയൊക്കെ ചെയ്തത്. ഇതവർക്ക് പുതിയൊരു കാഴ്ചയായിരുന്നു, പുതിയൊരു അനുഭവമാണ്. ഇത്രയും നാൾ യേശുവിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു കാഴ്ച ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് നമ്മൾ ഇവിടെ ആയിരിക്കണം നല്ലതാണ്. കാരണം നിന്നെ കാണുന്നതും നിന്നെ കാണപ്പെടുന്നതുമായ എല്ലാ രീതിയിലും വ്യത്യസ്തമായിട്ടാണ്. നീ ഇപ്പോൾ റിലേറ്റ് ചെയ്യുന്നത് സ്വർഗവുമായിട്ടാണ്. അതുകൊണ്ട് നമുക്കിവിടെ ആയിരിക്കാം, നിൻ്റെ കൂടെ ഞങ്ങളും ആയിരുന്നോളാം. നമുക്ക് 3 കൂടാരമൊക്കെ ഉണ്ടാക്കി സ്വസ്ഥമായിട്ടിവിടെ ജീവിക്കാം. എന്തിനാണ് ഈ താഴെപ്പോയിട്ടുള്ള പ്രശ്നങ്ങൾ, കലഹങ്ങൾ, വഴക്കുകൾ? ഇതൊന്നും വേണ്ടെന്ന് വാശി പിടിച്ച് പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേൾവിക്ക് പോലും ഇടം കൊടുക്കാതെ ക്രിസ്തു താഴേക്കിറങ്ങി. ഈ 3 പേരും വളരെ സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ സെലക്റ്റീവായി തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ സന്തോഷത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ, പുതുമയുള്ള കാഴ്ചയുടെ താബോർ മലയിൽ മാത്രമല്ല ഇവർ കണ്ടത്. ഇവർ പിന്നീട് ക്രിസ്തുവിനെ കണ്ടത് മറ്റൊരു മലയിലാണ്. അത് ഒലിവ് മലയാണ്. ആ ഒലിവ് മലയിൽ അവർ ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവിടെ ക്രിസ്തു കരയുകയാണ്, അവിടെ ക്രിസ്തു വേദനിക്കുകയാണ്, അവിടെ ക്രിസ്തു ഒറ്റയ്ക്കിരുന്ന് മരണവെപ്രാളത്തിൽ വല്ലാണ്ട് പിടയുകയാണ്. ഇങ്ങനെ രക്തം വിയർപ്പാക്കി വല്ലാണ്ട് നിലവിളിക്കുന്ന ക്രിസ്തുവിനെ കണ്ടപ്പോൾ അവർക്ക് അടുത്തുപോലും വരാൻ തോന്നിയില്ല. അടുത്തു വരാൻ തോന്നിയില്ല എന്ന് മാത്രമല്ല, അവർ ആ വേദനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അവരിടന്ന് ഉറങ്ങി, സുഖമായിട്ട് കിടന്നുറങ്ങി. അവർക്കൊന്നും തോന്നിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴും പടയാളികൾ വരുന്നു. ഉടനെ അവർ തിരിഞ്ഞു നോക്കാതെ ഓടി. അവർക്ക് അവരുടെ അടുത്ത് നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു മലയുടെ മുമ്പിൽ വെച്ച് നമുക്കിവിടെ ആയിരിക്കാമെന്ന് പറഞ്ഞവർ കുറച്ച് നാളുകൾ കഴിഞ്ഞ് അടുത്തൊരു മലയിൽ വെച്ച് അവർ തിരിഞ്ഞു നോക്കാതെ ക്രിസ്തുവിനിട്ട് ഓടിക്കളഞ്ഞു. അതാണ് ഏതൊരു മനുഷ്യൻ്റെയും ജീവിത സാഹചര്യം. നമ്മളുടെ കൂടെ ചില മനുഷ്യരൊക്കെ സന്തോഷത്തിൽ കൂടെ ഉണ്ടാവും. ഇവിടെ തന്നെ നമ്മളായിരിക്കാമെന്ന് പറയും. പൊട്ടിച്ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ കൈപിടിച്ചുണ്ടാവും. പക്ഷേ ഒറ്റപ്പെടുന്നൊരു നിമിഷം ഉണ്ടല്ലോ, സങ്കടപ്പെടുന്ന ആരും ഇല്ലാന്ന് തോന്നിപ്പോകുന്നൊരു നിമിഷം ഉണ്ടാകുമല്ലോ. അവിടെ ഈ വിശ്വസ്തരായവർ, സ്നേഹിക്കപ്പെടുന്നു തോന്നിയവരൊക്കെ ഇട്ടിട്ട് പൊക്കളയും, ഓടിക്കളയും. പക്ഷെ യേശു തളർന്നോ? അവിടെയാണ് ചോദ്യം. ഈ ഒലിവ് മലയിലെത്തിയപ്പോൾ യേശു തളർന്നൊന്നുമില്ല. യേശു അവിടെ നിന്ന് മറ്റൊരു മല തേടിപ്പോയി. ആ മലയാണ് ഗാഗുൽത്താ മല. അവിടെ യേശു ഒറ്റയ്ക്കാണ്. ആ മല യേശു ചവിട്ടിക്കയറിയത് ഒറ്റയ്ക്കാണ്. ഈ 2 മല ചവിട്ടിക്കയറിയ സമയത്തും കൂടെ 3 പേരുണ്ടായിരുന്നു. പക്ഷേ ഈ 2ാമത്തെ മലയിൽ വെച്ച് കൂടെയുള്ളവരില്ല എന്നറിഞ്ഞിട്ടും ക്രിസ്തു ഒറ്റയ്ക്കൊരു ഗാഗുൽത്താ മല ലക്ഷ്യം വെച്ച് നടന്നു. അവിടെ അവൻ പിതാവിൻ്റെ സ്വപ്നം പൂർത്തീകരിച്ചു. അവിടെയാണ് അത്ഭുതം ഉണ്ടായത്. അവിടെയാണ് ക്രിസ്തു രക്ഷകനെന്ന് ഈ ഭൂമി തിരിച്ചറിഞ്ഞത്. അവിടെയാണ് ക്രിസ്തു ദൈവപുത്രനെന്ന് ലോകം വിളിച്ചു പറഞ്ഞത്. അവിടെ നിന്നാണ് ക്രിസ്തു 3ാം ദിവസം ഉയർത്തെഴുന്നേറ്റത്. അങ്ങനെയാണെങ്കിൽ ഒരു ഗാഗുൽത്തായിലെ ഒറ്റയ്ക്കുള്ള യാത്ര ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും സാധ്യതയാണ്. എങ്ങനെയാണോ താബോർ മലയിൽ സന്തോഷത്തിലും മനുഷ്യരുണ്ടായിരുന്നത്, അതേ കണക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷത്തിൽ കുറേ മനുഷ്യരുണ്ടാവും. ഒലിവ് മല എത്തുമ്പോൾ മനുഷ്യരൊക്കെ നമ്മളെ വിട്ടിട്ട് പോവും. ഗാഗുൽത്ത എത്തുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, തകർന്നു പോവും, നിലവിളിച്ച് പോവും, ജീവിതം അവസാനിപ്പിക്കുന്നൊരു ഘട്ടത്തിലെത്തും. പക്ഷെ ഓർക്കണം, ആ മലയുടെ അനുഭവം കഴിഞ്ഞാലേ, ആ ജീവിതാനുഭവം കഴിഞ്ഞാലേ നിങ്ങൾക്കൊരു ഉദ്ധാനമുള്ളൂ. ഈ ലോകം നിങ്ങളെ തിരിച്ചറിയുകയുള്ളൂ. കാത്തിരിക്കേ. ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ ഇനിയും നാളുകളുണ്ടെന്ന് ചിന്തിക്കേ. അത്ഭുതങ്ങൾക്ക് ഇനി ചില മണിക്കൂറുകളെ ഉള്ളുവെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.